ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മമ്മീസ് കിച്ചൺ. ഇന്ന് നമ്മളൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു യമനി മന്തിയാണ് തയ്യാറാക്കുന്നത്. ഇതിൻ്റെ റൈസ് ആയാലും ചിക്കൻ ആയാലും അറബിക് റെസ്റ്റോറൻറ്റുകളിൽ നിന്നും ലഭിക്കുന്ന അതേ ടേസ്റ്റിലും ഫ്ലേവറിലുമാണ് ഉണ്ടാവുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കണം. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള മസാല ഉണ്ടാക്കണം. അതിനു വേണ്ടി 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 3/4 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 1 ടേബിൾ സ്പൂൺ മല്ലി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, ഇത് കളറിന് വേണ്ടിയാണ്. ആവശ്യത്തിന് ഉപ്പും 6 അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. പൊടിച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് 1/4 കപ്പ് ഒലിവ് ഓയിൽ ഒഴിക്കാം. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ആയാലും മതി. അതും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി ഇത് ചിക്കനിലേക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മസാല പിടിക്കാനായി ചിക്കൻ കത്തി കൊണ്ട് ഇതുപോലെ കുത്തി കൊടുക്കണം. മസാല ചിക്കൻ്റെ എല്ലാ വശത്തേക്കും തേച്ച് പിടിപ്പിക്കാം. ഇതിനെ അടച്ചു വെച്ച് 3/4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം. അതിനായി 1.5 ക്യാപ്സിക്കം, 2 മീഡിയം സൈസ് സവാള, 7-8 പച്ചമുളക്, 7-8 അല്ലി വെളുത്തുള്ളിയും, സ്പൈസസ് ആയി 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ മല്ലി, 2 ബേ ലീഫ്, 1 ഡ്രെയിൻ ലെമൺ, 2 പീസ് പട്ട, 5 ഏലക്കായും ഗ്രാമ്പുവും ഇത്രയും എടുത്തിട്ടുണ്ട്. പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് 5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഉള്ളി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയും ക്യാപ്സിക്കവും ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. സെല്ല റൈസാണ് എടുത്തത്. 5.5 കപ്പ് അരി കഴുകി 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം. ഒരു 30 സെക്കൻഡ് ഇതുപോലെ വറുത്തെടുക്കണം. അരി 5-10 മിനിറ്റ് മാത്രമേ സോക്ക് ചെയ്യാവൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് 8.25 കപ്പ് ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് ഇതിൻ്റെ അളവ്. ഇനി ഇതിലേക്ക് 8 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഉപ്പൊക്കെ ഓക്കെ ആണെങ്കിൽ ഫ്ലെയിം കുറച്ച് വെക്കാം. ഇത്രയും നേരം ഹൈ ഫ്ലെയിമിലാണ് ഉണ്ടായത്. ഇനി ഇത് ഫോയിൽ പേപ്പർ വെച്ച് ഇതുപോലെ കവർ ചെയ്യാം. ഇതിൽ ഹോൾസ് ഇട്ട് കൊടുക്കാം. കുറച്ചധികം ഹോൾസ് ഇട്ട് കൊടുക്കണം. ചിക്കൻ വേവുമ്പോൾ അതിൻ്റെ ഗ്രേവി ആ സൈഡിലേക്ക് വീഴണം. അതുകൊണ്ട് സെൻറ്ററിലൊക്കെ അത്യാവശ്യം ഹോൾസ് വേണം. ഇനി ഇതിൻ്റെ മുകളിൽ ചിക്കൻ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ഒരു ഫോയിൽ പേപ്പർ കൂടി വെക്കാം. എന്നിട്ട് ഇതുപോലെ അടച്ചു കൊടുക്കാം. ഇതിന് 40 മിനിറ്റ് വേവിച്ചെടുക്കാം. 40 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫാക്കി ഒരു 10 മിനിറ്റ് തുറക്കാതെ വെക്കാം. ശേഷം തുറന്ന് നോക്കാം. നമ്മുടെ ചിക്കനൊക്കെ നല്ലോണം കുക്കായിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിനെ എടുത്തു മാറ്റാം. റൈസൊക്കെ ഉടയാതെ കിട്ടിയിട്ടുണ്ട്. റൈസ് ഒന്ന് മിക്സാക്കി അതിലേക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് സ്മോക്ക് ചെയ്യാം. ഇത് ഓപ്ഷണലാണ്.
ഒരു 10 മിനിറ്റ് ഇതുപോലെ ചെയ്യാം. ഇനി നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കണം. നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.